ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് യൂറോപ്പിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസിലാണ്. ജർമ്മനിയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ചർച്ച് എന്ന് പറയുന്നത് നമ്മുടെ കൊളോൺ കത്തീഡ്രൽ കാണാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ബാക്കിൽ കാണിച്ചതാണ് കൊളോൺ കത്തീഡ്രൽ. ഇത് വേൾഡിലെ 3rd ലാർജസ്റ്റ് പള്ളിയാണ്. അതുപോലെ തന്നെ യൂറോപ്പിലെ തന്നെ 2nd ലാർജസ്റ്റ് പള്ളിയാണ്. ഇതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പോയിട്ട് alone where we once ran through streets that still hold the shape of our plans. The skyline feels like a friend I knew, holding the echoes of me and you. വർഷത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ഈ കൊളോൺ കത്തീഡ്രലിന്റെ ആർക്കിടെക്റ്റിന് പിന്നിൽ ഒരു ഡെവിൾ ഇൻസ്പയർഡ് സ്റ്റോറി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. 1200 പണി ആരംഭിച്ച് 800 വർഷങ്ങൾ അപ്പുറം കഴിഞ്ഞിട്ടും ഇന്നും പണി പൂർത്തിയാക്കാത്തൊരു പള്ളി, അതാണ് ജർമ്മനിയിലെ കൊളോൺ കത്തീഡ്രൽ. ഈ പള്ളിയുടെ ആർക്കിടെക്റ്റ് ഇത്രയും വലിയൊരു പള്ളി എങ്ങനെ പണി കഴിക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഡെവിൾ മനുഷ്യരൂപത്തിൽ വന്ന് നടുവിൽ കുരിശിന്റെ രൂപമുള്ള ഈ ചർച്ചിന്റെ ഡിസൈൻ നൽകുന്നത്. പകരമായി പിശാച് ചോദിച്ചതോ ആർക്കിടെക്റ്റിന്റെയും കുടുംബത്തിന്റെയും ആത്മാവിനെ തന്നെയാണ്. 3 വർഷം കൊണ്ട് പണി പൂർത്തിയാകണമെന്നായിരുന്നു ഡെവിളും ആർക്കിടെക്റ്റും തമ്മിലുള്ള കരാർ. എന്നാൽ ഇത്രയും വലിയൊരു ചർച്ച് എങ്ങനെയാണ് 3 വർഷം കൊണ്ട് കഴിയുക എന്നായിരുന്നു ആർക്കിടെക്റ്റ് വിചാരിച്ചത്. എന്നാൽ ആർക്കിടെക്റ്റ് വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ നടന്നത്. കത്തീഡ്രലിന്റെ പണി അതിവേഗത്തിൽ തന്നെ ആരംഭിച്ചു. 3 വർഷം ആകും തോറും ആർക്കിടെക്റ്റിന്റെ ഉള്ളിലെ പേടിയും കൂടി വന്നു. കാരണം 3 വർഷം കഴിഞ്ഞ് കത്തീഡ്രൽ അവസാന കല്ലിടുന്നെന്ന് കോഴി കൂവുന്നതിന് മുമ്പ് തന്നെയും കുടുംബത്തെയും ഇല്ലാതാക്കുമെന്നായിരുന്നു ആർക്കിടെക്റ്റും ഡെവിളും തമ്മിലുള്ള കരാർ. എന്നാൽ ഇതറിഞ്ഞ ആർക്കിടെക്റ്റിന്റെ ഭാര്യ തന്നെയും കുടുംബത്തെയും പിശാചിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കുന്നതിനായി പള്ളിപ്പണി കഴിയുന്ന 3-ാം വർഷം അവസാന ദിവസം കോഴി കൂവുന്നതിന് മുമ്പായി ആർക്കിടെക്റ്റിന്റെ ഭാര്യ കോഴി കൂവുന്ന ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സൗണ്ട് കേട്ട് ബാക്കിയുള്ള കോഴികളെല്ലാം കൂവാനും തുടങ്ങി. അവർ അപ്പോൾ തന്നെ പള്ളിയുടെ അവസാന കല്ലും വെച്ച് പള്ളിപ്പണി പൂർത്തിയാക്കുകയും ചെയ്തു. ഇതറിഞ്ഞ ഡെവിൾ ഈ പള്ളിപ്പണി ഒരിക്കലും പൂർത്തിയാകുകയില്ലെന്നും ഈ പള്ളിപ്പണി എന്നു കഴിയുന്നു കൊളോൺ കത്തീഡ്രലിന്റെ പണി കഴിയുന്ന അന്ന് ലോകം അവസാനിക്കുമെന്നും ശപിച്ചു. ഇതാണ് കൊളോൺ കത്തീഡ്രലിന്റെ പള്ളിക്ക് പിന്നിലുള്ള ഐതിഹ്യം. കേൾക്കുമ്പോൾ ഇതൊക്കെ ഒരു കെട്ടുകഥയായി തോന്നുമെങ്കിലും ഈ പള്ളിയുടെ പണി ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത. ഇത്രയും വർഷങ്ങൾ എടുത്തിട്ട് പോലും 2ാം ലോക മഹായുദ്ധത്തിൽ ഇതിന്റെ പല ഭാഗങ്ങളും തകർക്കപ്പെട്ടിട്ടും ഇപ്പോഴും അത് അവർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പള്ളിയുടെ പണി ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ ഓരോ ഭാഗങ്ങളിലും ഓരോ സൈഡിലായിട്ട് ഇവർ എന്തെങ്കിലുമൊക്കെ മെയിൻ്റെനൻസ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. അത് ഈ കഥ ഇൻസ്പയർഡ് ആയതുകൊണ്ടാണോ ഇതിലിപ്പോഴും വിശ്വസിക്കുന്നതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. എന്നാലും ഗോത്തിക് മാതൃകയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ഒരു ആർക്കിടെക്ചർ ഒരു അത്ഭുതം തന്നെയാണ്. ക്രിസ്മസ് മാർക്കറ്റും കൊളോണിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ക്രിസ്മസ് മാർക്കറ്റും കൂടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.